ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല നാടൻ ഞണ്ട് കറി റെസിപ്പി ആയിട്ടാണ്. നല്ല വറുത്തരച്ച ഞണ്ട് കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ നാടൻ ഞണ്ട് കറി തയ്യാറാക്കേണ്ടത്. തേങ്ങ വറുത്തരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 ചുവന്നുള്ളിയൊക്കെ ചേർത്താൽ മതിയാകും. ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ഇപ്പോൾ തേങ്ങയുടെ കൂടെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ സമയം വെച്ചുകൊണ്ടിരുന്നാൽ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടാറിയാൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കി തുടങ്ങാം. ചട്ടിയിൽ 1/2 കിലോ ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല. ഞണ്ടിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 2 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരക്കപ്പ് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞണ്ടിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചെയ്താൽ നമ്മുടെ കറി റെഡിയാവും. എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 10 ചുവന്നുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞത്, അതിൻ്റെ കൂടെ 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞണ്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം.